ജൂൺ 15-ാം തീയതി, അതായത് ഇന്നായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചന്ദ്രശേഖറും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഈ പറയുന്ന സംഗീത വിജയും തമ്മിലുള്ള കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് വെച്ചിരുന്നത്. ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിലായിരുന്നു ഹിയറിംഗ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന പോലെ എല്ലാ വിജയ് ആരാധകർക്കും അല്ലെങ്കിൽ വിജയെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്ന പല ന്യൂസ് ചാനലിൻ്റെ ഭാഗത്തു നിന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഏകദേശം തമിഴ്നാട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ന്യൂസ് ചാനലുകളിലും കൃത്യമായിട്ട് വരുന്നൊരു വാർത്തയാണ് വിജയ് സംഗീത ബന്ധം ഏകദേശം ഉപേക്ഷിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. 250 കോടി രൂപ വിജയ് മക്കൾക്കും ഭാര്യയ്ക്കും ഈ പറയുന്ന ജീവനാംശം കൊടുക്കും എന്നുള്ള രീതിയിലും ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ജൂൺ 15-ാം തീയതി ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഹിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള വീഡിയോസും കുറേ കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് വിജയുടെ അമ്മയായിട്ടുള്ള ശോഭ ചന്ദ്രശേഖർ പുള്ളിക്കാരത്തി ഈ ഒരു കാര്യത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് രണ്ടുപേർക്കും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. വിജയുടെ വീട്ടിലേക്ക് വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീത എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. ഈ പറയുന്ന കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ക്യാൻസലിങ്ങിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. മക്കൾക്കും ഭാര്യയ്ക്കും ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല. വിജയും മക്കളും ഭാര്യയും ഇനി ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് പ്ലാൻ എന്നുള്ള രീതിയിൽ തന്നെ ഒത്തിരി വീഡിയോസ് ഈ പറയുന്ന ഒഫീഷ്യൽ ചാനലുകൾ വഴി ഇപ്പം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വാർത്ത ഇന്ന് രാവിലെയാണ് കേട്ട് വന്നത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം വിജയെയും സംഗീതയും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ചധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യമാണ്, ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യമൊന്നും. ഇപ്പോൾ ഫാമിലി തന്നെ ഇടപെട്ട് ഈ ഒരു കാര്യത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച സമയത്ത് ഒത്തിരി സന്തോഷം. ഈ പറയുന്ന ഫാൻസിനായാലും വിജയെ ഇഷ്ടപ്പെടുന്നവർക്കായാലും ഇത് വലിയൊരു സന്തോഷം കൊടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ വിജയ് രണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം ഒന്നിച്ച് തന്നെ ജീവിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒത്തിരി വീഡിയോസ് ഇവരുടെ ബന്ധം ഏകദേശം ഉപേക്ഷിച്ചു, 250 കോടി രൂപ വിജയ് ജീവനാംശം കൊടുക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് വരെയും ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 15-ാം തീയതിയാണ് ഈ പറയുന്ന ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ഫൈനൽ ഹിയറിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നിരിക്കുകയാണ്. വിജയുടെ അമ്മ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തിനകത്ത് ഇടപെട്ടുകൊണ്ട്, ശോഭ ചന്ദ്രശേഖർ ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന അച്ഛനും മക്കളും ഭാര്യയൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കും. ഇപ്പോൾ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയാണ്. ഈ ഒരു ബന്ധം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ജീവിതത്തിലും ഭയങ്കരമായിട്ട് ഇത് ബാധിച്ചാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഫാമിലി കോർട്ടിൽ സംഗീത കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുഴപ്പമാണ്. അതായത് മക്കൾക്ക് അച്ഛൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല, മക്കൾക്ക് അപമാനമാണ് ഈ ഒരു അച്ഛൻ, അതുപോലെ വിജയ്ക്ക് മറ്റൊരു ആക്ട്രസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഏകദേശം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൺഫേം ആക്കിയ ഒരു കാര്യം കൂടി ആയിരുന്നു ഇത്. അപ്പോൾ അതങ്ങനെ ഒരു ഡിവോഴ്സിലേക്ക് വരികയാണെങ്കിൽ അത് വിജയുടെ പൊളിറ്റിക്കൽ ജീവിതത്തിനെ കൂടി ഭയങ്കരമായിട്ട് ബാധിച്ചാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് വിജയ് ഒരു ഐക്കൺ സ്റ്റാറിനെ പോലെയൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ആക്ടർ, ഏത് രീതിയിലും വിജയ്ക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി ആയപ്പോൾ ഇരട്ടി മധുരം എന്ന് പറയാൻ കഴിയും. വിജയ് ഫാൻസിനായിക്കോട്ടെ, അല്ലെങ്കിൽ വിജയെ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് വിജയെ രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ നിൽക്കുന്ന കുറേ എതിർ പാർട്ടിക്കാരുണ്ടായിരുന്നു, അവർക്കും ഒരു അടിയായിട്ടുണ്ട് ഈ ഒരു ഒത്തുചേരൽ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പറയുന്ന രാഷ്ട്രീയമൊന്നുമല്ല. ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് വിജയ്, സംഗീത, രണ്ട് മക്കൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വിജയ് ആരാധകർക്ക് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.